യേശു വലിയവൻ, അത്ഭുതങ്ങൾ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വലിയവ ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാകിയാ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പല നീറുന്ന വിഷയങ്ങളുമായി ഭാരത്തോടെ പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്. മാനുഷികമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ സകലവും നിറയ്ക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ്, സകല ശൂന്യതകളെയും മാറ്റാൻ കഴിയുന്നൊരു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ഒരു തലം ഞങ്ങളുടെ മേൽ അവിടുന്ന് തുറക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരംഭം തൊട്ട് ഈ നിമിഷം വരെയും വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവ സാന്നിധ്യം തുടർന്ന് ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ. ഒരുപോലെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ധന്യമാകുന്ന തിരുനാമം ഈ നല്ല ഈ ഒരു പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ കർത്താവ് നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ദിവസങ്ങളിലെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ഞാൻ ആത്മാവിൽ കാണുകയും ചെയ്യുന്നൊരു തലമാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, ദൂതന്മാരുമായിട്ടുള്ള സഞ്ചാരം. ഇതെല്ലാം നമ്മുടെ ഒരു ആത്മതലത്തിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാ, വലിയത് നമ്മളിൽ കർത്താവ് ചെയ്യും. ആമേൻ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഏറ്റവും കൂടുതൽ നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പാസ്റ്ററെ. ആമേൻ. ഒരുപക്ഷെ വിനീ ചേച്ചിയോട് പറയാനായിട്ടുണ്ട്, ഒത്തിരി ഭാരമുണ്ട് എനിക്ക്, എൻ്റെ വീട്ടിനകത്ത് ഒത്തിരി പ്രശ്നമുണ്ട്. ദേവിദാസന്മാർ ഇവിടുത്തെ ലീഡേഴ്സിനോടൊക്കെ പറയാറുണ്ട്, എൻ്റെ വീട്ടിനകത്ത് ഒത്തിരി പ്രോബ്ലം ഉണ്ട്, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. പുതിയതായി വന്നവരുമുണ്ട്, പഴയതായി നിൽക്കുന്നവരുമുണ്ട്. എല്ലാവരും പറയുന്നൊരു പ്രോബ്ലം ഇല്ലാത്തവരാരുമില്ല. എല്ലാവർക്കും പ്രോബ്ലംസുകളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രോബ്ലം കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം തുടങ്ങും. ഹലോ,
ഒരു വിഷയത്തിൻ്റെ വിടുതൽ കിട്ടിയ ഉടനെ കാണാം അടുത്ത വിഷയത്തിൻ്റെ ഡബിളായിട്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലും, നമുക്ക് പ്രാർത്ഥിക്കാൻ കാണും. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നവരോട് പറയാം, ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പ്രോബ്ലം ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞ കർത്താവ് വരുന്നത് വരെയും പ്രോബ്ലങ്ങൾ ഉണ്ടാവും. പക്ഷേ ക്രിസ്തുവിലായിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നമ്മുടെ പ്രോബ്ലങ്ങളെ നമ്മൾ വലുതായി കാണാതെ നമ്മളൊരു ആത്മബന്ധത്തിനകത്തേക്ക് ചലിക്കാൻ തുടങ്ങിയാൽ പ്രോബ്ലങ്ങൾ നമ്മുടെ കീഴിലാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രശ്നത്തിന് ആരാ പരിഹാരം തരുന്നത്? ആ പ്രശ്നത്തെ ഒന്ന് വിട്ടിട്ട് നമ്മൾ കർത്താവുമായി പരിശുദ്ധാത്മായിട്ടൊരു ബന്ധത്തിനകത്തേക്ക് കയറിയാൽ പ്രോബ്ലങ്ങൾ നിന്നെ തൊടത്തില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആത്മതലത്തിൽ നമ്മൾ സഞ്ചരിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. ഈ കാലങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ആത്മതലത്തിൻ്റെ ഒരു ദൂതുണ്ട്. നാം ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങുക, ആത്മാവിൽ സഞ്ചരിക്കുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള തലത്തിനകത്തേക്ക് നമ്മൾ കയറുക. അത് എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ? നമ്മളിപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ സയൻസിൻ്റെ എക്സിബിഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം കാണാതെ ഇങ്ങനെ ഓരോന്ന് കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ചില അടുത്ത് വരുമ്പോൾ ഈ 3Dയുടെയും 4Dയുടെയും 12Dയുടെ ഒക്കെ പ്രോഗ്രാമുകൾ കാണും അല്ലേ. നമ്മുടെ അടുത്ത് പറയും അത് കാണാൻ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി അവിടെ ഇരിക്കും. ഒരു കസേരയ്ക്കകത്ത് പ്ലാസ്റ്റിക് കസേരയിലിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അവരൊരു ക്ലാസ് കൊണ്ട് നമ്മുടെ കണ്ണയിൽ കൊണ്ടുവച്ച് തരും. ക്ലാസ്സൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ കാണാം ഓട്ടോമാറ്റിക്കായി നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങ് ബഹിരാകാശത്തങ്ങ് പോവുക. ബഹിരാകാശത്തോട്ട് പോകുന്നു. അവിടുത്തെ പൈലറ്റുമാർ നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് കൊല്ലത്ത് വരുമെന്ന് പോയി കാണുന്നത് നല്ലതാണ്. സ്തോത്രം. നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചന്ദ്രനിൽ പോയി ഇറങ്ങുന്നു. എന്തോ ഒരു റിയാലിറ്റിക്കകത്തേക്ക് നമ്മൾ അങ്ങ് മൂവ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ 150 രൂപയുടെ പ്ലാസ്റ്റിക് കസേരയിൽ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ പോലെ അതങ്ങോട്ട് മറന്ന് നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് നമ്മൾ അങ്ങ് സഞ്ചരിക്കുക. അങ്ങനെ ഒരു തല ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായിട്ടുള്ളൊരു ബന്ധത്തിനകത്തേക്ക് കയറുമ്പോൾ ഈ ഭൂമിയിലുള്ള പലതിനെ നമ്മൾ മറന്ന് ഒരാത്മബന്ധത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കാനായി തുടങ്ങും. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയാ, പ്രശ്നങ്ങളെ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ അപ്പുറമായി ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക. എനിക്ക് ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്കൊന്ന് സഞ്ചരിക്കാൻ തുടങ്ങണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത 2025 നീ കയറുമ്പോ പഴയ ഒരു വ്യക്തിയെ പോലെ പോകാനല്ല, ഒരു ആത്മാവുമായിട്ട് സഞ്ചരിക്കാൻ, ആത്മലോകവുമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ ആത്മാവുമായിട്ട് ബന്ധമാകുമ്പോൾ നമ്മൾ പുതിയൊരാളാണ് ക്രിയേറ്റഡ് ആകുന്നത്. നമുക്കറിയാം ഇവിടെ പെയിന്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ ദൂതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുക എങ്കിൽ 1-2 കാര്യം പറഞ്ഞിട്ട് കർത്താവ് ഏൽപ്പിച്ച് ദൂതിലേക്ക് പോകാം. നമ്മൾ ഈ പെയിന്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. ഈ സഹോദരന്മാരൊക്കെ പെയിന്റ്, നമ്മുടെ സാമച്ചാനൊക്കെ അല്ലേ, ഈ പെയിന്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് 2 കളറുകളുണ്ട് അല്ലേ. മേ ബി ഏതെങ്കിലും 1-2 കളർ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ വേറൊരു കളർ ഉണ്ടാവും അല്ലേ വെച്ചാ അല്ലേ. 2 കളറുകൾ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു കളർ ഉണ്ടാകും. ഇതേപോലെ ഒരു ക്രിയേഷൻ നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ന്യൂ ക്രിയേഷൻ ആണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും കൂടെ മിക്സ് ആയപ്പോൾ ബിനോയുടെ തലം മാറി, മാനുഷിക വ്യക്തിയുടെ തലം മാറി, ക്രിസ്തുവിലുള്ള ഒരു പുതിയ ഒരു ആത്മതലമാണ് നമ്മൾ തുറക്കുന്നത്.
ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അഭിഷേകത്തിൽ കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. എനിക്ക് അങ്ങനെ ഒന്ന് സഞ്ചരിക്കാം, എനിക്ക് അങ്ങനെ ഒന്ന് മൂവാകാം, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഈ ആത്മബന്ധത്തിനകത്തേക്ക് നമ്മൾ പോകാനും ഒറ്റൊരു കാര്യമുള്ളൂ, കർത്താവുമായിട്ട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുക. കർത്താവേ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകണം, എനിക്ക് അങ്ങനെ ഫീലിങ്സുകൾ. ഞാൻ പറയും കോടിയുടെ കടം കടക്കാം, അതവിടെ കടക്കട്ടെന്നേ. ഇന്ന് രാവിലെ ഞാൻ എബേസ്യാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പദം, പ്രശ്നം ഒത്തിരി കിടപ്പണം, അതവിടെ കിടക്കട്ടെ. അതിലും വലിയൊരു റേഞ്ചിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മളെ കവർ ചെയ്യുന്നത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവിലല്ലേ. നമ്മളെ മൂവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലല്ലേ, നമ്മളെ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലല്ലേ. അപ്പൊ നിന്നെ അറിയുന്ന ഒരു പരിശുദ്ധാത്മാവില്ലേ, അപ്പോ പ്രശ്നങ്ങൾ വഴിമാറാൻ തുടങ്ങത്തില്ലേ കുഞ്ഞേ? ഹല്ലേലൂയ. അതിനൊറ്റൊരു കാര്യമുണ്ട്, ഒരു ആത്മതലം നമ്മുടെ അകത്തേക്ക് കയറുക. ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കാറുള്ളതായ ഒരു വാക്കാണ്, തീ കണ്ടവൻ തീയെ അറിയണം, തീയെ അറിഞ്ഞവൻ തീയെ വഹിക്കണം, തീയെ വഹിക്കുന്നവന്റെ മേൽ അധികാരങ്ങൾ വെളിപ്പെടും. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞ, തീ കണ്ടവൻ, ഒന്നും കൂടെ പറയാം, തീ കണ്ടവൻ തീയെ അറിയണം. ആവർത്തിക്കുന്നു, തീ കണ്ടവൻ തീയെ അറിയണം, തീയെ അറിഞ്ഞവൻ തീയെ വഹിക്കണം. തീയെ വഹിക്കാൻ തുടങ്ങുമ്പോൾ അധികാരങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ആമേ. എവിടെയാ പാസ്റ്റേ ആ പദം? ഒറ്റൊരു പദം പറയാം, മോശ തീ കണ്ടു. തീ കണ്ടപ്പോൾ മോശ പുറകോട്ടല്ല ഓടിയത്, അത് അറിയാൻ അവൻ ഓടി. പിടികിട്ടുന്നെങ്കിൽ രാമൻ പറയണം. തീ കണ്ടപ്പോൾ പലരും തീ കണ്ടു, പക്ഷെ പലര് കണ്ടിട്ട് പുറകോട്ട് പോകുമ്പോൾ ദൈവസഭയോട് പറയാം, നമ്മൾ കണ്ടിരിക്കുന്ന തീയെ അറിയാൻ നമ്മൾ ഓടാൻ റെഡിയാകുക. യേശുവിന്റെ നാമത്തിൽ മോശ ആ തീ കണ്ടപ്പോൾ ആ തീയെ അറിയാൻ എന്ത് ചെയ്തു? ഓടി. അറിയാനായിട്ട് ഓടി. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആ തീയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ തീ എന്താണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തീ അവൻ അങ്ങ് വഹിച്ചു. പിടികിട്ടിയോ? ആ തീക്കകത്ത് ആരാണ്? വ്യത്യസ്തമാകുന്ന ഒരു തീ. ആ തീക്കകത്ത് നിൽക്കുന്നത് കർത്താവാന്ന് കണ്ടപ്പോൾ ആ തീയെ അവൻ അങ്ങ് വഹിച്ചു. വഹിക്കാൻ തയ്യാറായപ്പോ ദൈവം പറഞ്ഞു, മോനെ, ഇന്നലെ നിന്റെ ജന്മത്തെ തകർക്കാൻ നിന്ന ഫറവോന്റെ മുമ്പിൽ ഞാൻ നിന്നെ ദൈവമാക്കി വെക്കും. ഓ, പിടികിട്ടുന്നെങ്കിൽ രാമേൻ പറയണേ, നീ തീയെ വഹിക്കാൻ തുടങ്ങിയ, നിന്റെ ഭാവിയെ നശിപ്പിക്കാൻ നിന്ന, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നിന്ന, നിന്റെ ജന്മത്തെ ഇല്ലാതാക്കാൻ നിന്ന ഫറവോന്റെ ശക്തികൾ പോലും നിന്നെ കാണുമ്പോൾ ഭയപ്പെടാൻ തുടങ്ങും. ഇതൊരു അഭിഷേകമാണ്. ഈ ദൂതനെ സ്വീകരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൂതനെ സ്വീകരിക്കുക. ഒരു തീയുടെ അഭിഷേകം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ആത്മതലത്തിൽ തുറന്നു വരാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ തീയെ വഹിക്കാനായിട്ട് വഹിച്ചവനോട് പറഞ്ഞു, വെറുതെ കണ്ടു വഹിച്ചു പോകാൻ നേരത്തെ കർത്താവ് പറഞ്ഞു, മോനെ ടാറ്റ ബൈ ബൈ എന്നല്ല പറഞ്ഞേ, മോനെ അവിടെ നിൽക്കടാ. ഇതുവരെ ഇല്ലാത്തൊരു അധികാരം, ഇല്ലാത്തൊരു അപ്പോയിന്റ്മെന്റ് നിന്റെ കൂടെ ഞാൻ വരുക. എന്താ പറയാ, നിന്റെ അകത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ നീ എവിടെ നിന്നാലും നിന്നെ വിക്കനായ മോശയെ പോലല്ല കാണുന്നേ. ഫറവോന് പോലും നീ ദൈവമായിട്ട് അവന് തോന്നും. പിടികിട്ടുന്നുണ്ട്? അഭിഷേകം നിന്റെ അകത്ത് വന്ന ഇന്നലകൾ പോലും നിനക്ക് എതിരെ നിന്ന വ്യക്തികൾ പോലും നിന്നെ ഭയപ്പെടാൻ തുടങ്ങുക. നിനക്ക് എതിരെ നിന്നവർ പോലും നിന്നെ ഭയപ്പെടാൻ തുടങ്ങുക. കാരണം നിന്റെ അകത്ത് വഹിക്കുന്ന ഒരു അഭിഷേകം. Holy Father, hallelujah. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല ആത്മാവി സ്വീകരിക്കുക. ആ തീയെ എനിക്കൊന്ന് വഹിക്കണം, ആ അഭിഷേകത്തെ എനിക്കൊന്ന് വഹിക്കണം, ആ ദൈവകൃപ എനിക്കൊന്ന് വഹിക്കണം, ആ ആത്മാവിന്റെ സാന്നിധ്യം എനിക്കൊന്ന് വഹിക്കണം, എനിക്കൊന്ന് വഹിക്കണം. എത്ര പേരത് കൊതിക്കുന്നു? ഇന്നലകളിൽ നിന്നെ ഒതുക്കിയെടുത്ത്, ഇന്നലകളിൽ നിന്നെ എന്നും ആകത്തില്ല എന്ന് പറഞ്ഞെടുത്ത്
സമയത്ത് സ്വർഗം വിളിച്ചു പറയുന്നു, ആ തീ നിന്റെ അകത്തേക്ക് വന്ന ഫറവോന്റെ ശക്തികൾ പോലും നിന്നെ ഭയപ്പെടാൻ തുടങ്ങുന്ന വചനം പഠിപ്പിക്കുന്നു. ചെറിയ തീ വലിയ കാടുകളെ കത്തിക്കുന്നു. എന്താ പറഞ്ഞ? ചെറിയ തീ വലിയ കാടുകളെ കത്തിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്, അകത്തൊരു തീ വീണാൽ നീ പോകുന്ന സ്ഥലം കത്തും. അയ്യോ പാസ്, എൻ്റെ അകത്തൊരു ചെറിയ തീ ഉണ്ടെങ്കിൽ നീ നിൽക്കുന്ന ഗ്രാമം നിന്നിലൂടെ കത്തും, നീ പോകുന്ന രാജ്യങ്ങൾ കത്തും, നീ നിൽക്കുന്ന പട്ടണങ്ങൾ കത്തും. ഒരു ആമേൻ പറ. കാരണം നീ വഹിച്ചിരിക്കുന്നത് വേറൊരു ആത്മാവിന്റെ തീയാണ്. ആ തീക്കകത്തേക്ക് സഞ്ചരിക്കുന്നവൻ എത്ര വലിയ കാടാണെങ്കിലും നിന്റെ ആ ചെറിയ തീ കൊണ്ട് കത്തിക്കാൻ പറ്റും. പിടികിട്ടുന്നെങ്കിൽ അതിന് ആമേൻ പറഞ്ഞാട്ട്. എത്ര വലിയ കാടാണെങ്കിലും, ആമേ, എത്ര വലിയ ദേശമാണെങ്കിലും, എത്ര വലിയ ഗ്രാമമാണെങ്കിലും, അഭിഷേകത്തിന്റെ തീ നിന്റെ അകത്ത് വഹിക്കുന്നിടത്തോളം കാലം നീ അതിനെ കത്തിക്കും. നീ അതിനെ കത്തിക്കും. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. ഈ 2025 നമ്മൾ കയറാൻ സമയമായി വരുമ്പോൾ നമ്മളൊന്ന് വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകളിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ആമേൻ അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായ ആത്മാവിന്റെ ഒരു എൻട്രിയെ കുറിച്ച് അവിടെ വായിക്കുന്നല്ലേ, ശ്രദ്ധിക്കണം. എന്നാൽ അതിനു മുമ്പേ ഒരു സംഭവമുണ്ട്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശു പറഞ്ഞൊരു പദമാണ്, ഞാനിപ്പോ കടന്നു പോകുന്നു, എന്നാൽ നിങ്ങളെ ചേർപ്പാൻ ഞാൻ പോയതുപോലെ വേഗത്തിൽ തിരിച്ചു വരും. പക്ഷേ അതിൻ്റെ ഗ്യാപ്പിനകത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? ആക്കും. പക്ഷേ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കാൻ 10,000 പേരുണ്ട്, അത്ഭുതം കാണാൻ 1000 പേരുണ്ട്, വിടുതൽ അനുഭവിക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ ദൂതനെ സ്വീകരിക്കാൻ 120 പേരെ ഉള്ളായിരുന്നു. കൂടെയുണ്ടോ? കൂടെയുണ്ടോ? ആയിരങ്ങൾ യേശുവിന്റെ നടന്നു പോയ വഴിയിൽ അത്ഭുതങ്ങൾ കാണാൻ ഒത്തിരി പേര് തിക്കിക്കൂട്ടി അല്ലേ? യേശു നിൽക്കുന്നിടത്ത് 10,000 ഉണ്ടായിരുന്നു. പക്ഷെ യേശു പറഞ്ഞൊരു വാക്ക്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ വരുമെന്ന് പറഞ്ഞപ്പോ സ്വീകരിക്കാൻ ഒത്തിരി പേരില്ല, 120 ഉള്ളായിരുന്നു. പക്ഷേ ആ 120 പേർ ഒരുമിച്ച് ആ ദൂതിനെ അങ്ങ് സ്വീകരിച്ചു. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ അന്യഭാഷ കൈയടിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കും അല്ലേ? അല്ലേ? ശരിയല്ലേ? നമുക്കൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൈയടിച്ച് ഇപ്പോൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്നേ, അവരത് കണ്ടിട്ടില്ലെന്നേ, അവർക്കത് അറിയത്തില്ലെന്നേ. രാമേൻ പറഞ്ഞാട്ടെ, അവർക്കത് അറിയത്തില്ല. പക്ഷേ പറഞ്ഞവന്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് 120 പേർ ഒരുപോലെ ആ ദൂതനെ അങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് 120 പേർ ഒരുമിച്ച് അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ 120 പേരാണെങ്കിലും 120 മനോഭാവം എടുത്തില്ല. അവർ 120 പേർ ഒരേ മനോഭാവത്തിൽ വന്നു. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. 120 പേര് ഒരേ മനോഭാവത്തിനകത്തേക്ക് വന്നിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ആമേ അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങി. 1-ാം ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. 2-ാം ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. 3-ാം ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ കാണാൻ ഒരു കൂട്ടർ പറയും, എന്തോത്തിനായിരിക്കുന്നേ, വെറുതെ പോകാം എന്നൊന്നും അവർ പറഞ്ഞില്ല. അപ്പോഴും അവർ 120 പേർ ഒരുമിച്ചങ്ങ് നിന്നു. അവിടെ വായിക്കുന്നൊരു പദമുണ്ട്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി. ആ വാക്കിനകത്ത് ഭയങ്കര പ്രാധാന്യമുണ്ട്. അവർ ഒരുമിച്ച് അങ്ങോട്ട് കൂടിയപ്പോൾ ആമേൻ ഒരേ ആത്മാവിൽ, ഒരേ ആറ്റിറ്റ്യൂഡിൽ, ഒരേ മനോഭാവത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ എൻട്രി നടന്നു. സ്തോത്രം പറഞ്ഞാട്ട്.
പരിശുദ്ധാത്മാവിന്റെ എൻട്രി നടന്നു. രാമേൻ പറ. ഒരുമിച്ച് എവിടെ കൂടുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ എൻട്രി ഉണ്ടാകും. അവിടെ പരിശുദ്ധാത്മാവിന്റെ മൂവ് ഉണ്ടാകും. എവിടെ ഒരുമിച്ച് നിൽക്കുന്നോ അവിടെ അസാധാരണ ദൈവമകത്ത് ചലിക്കാൻ തുടങ്ങും. എവിടെ ഒരുമിച്ച് നിൽക്കുന്നോ അവിടെ ആത്മതലങ്ങൾ ശക്തമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ആമേൻ. അതിനുശേഷം എൻ്റെ ഒരു ഭാഗം ഒന്ന് തൊട്ടിട്ട് ഞാൻ വരുവേ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ തൊട്ട ഒരു ഭാഗമാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ആത്മതലം ഭയങ്കരമായിട്ട് തുറന്നപ്പോൾ അനേകര് അവിടെ കടന്നു വന്നു. ചുറ്റിനും കൂടി അവരുടെ നടുവിൽ വെച്ചുകൊണ്ട് അമ്മച്ചി എഴുന്നേറ്റ് നിന്നത് മറ്റാരുമല്ല, പത്രോസാന്ന്. ഹലോ, പരിശുദ്ധാത്മാവിന്റെ ആത്മതലം വന്നപ്പോൾ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നത് ആരാ? പത്രോസ്. അതെന്നെ പത്രോസ് നീ കയറി നിൽക്കാനുള്ള കാരണം? പത്രോസ്, കഴിഞ്ഞ മാസം നിന്റെ അനുഭവം എന്താ? പത്രോസ്, കഴിഞ്ഞ ആഴ്ചയിൽ നിന്റെ അനുഭവം എന്താ? വഴിയിൽ വെച്ച് കർത്താവിനെ അറിയാമെന്ന് ചോദിച്ചപ്പോ അറിയത്തില്ലെന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ക്യാരറ്റല്ലേ പത്രോസ് നീ? യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കാം. യോഹന്നാൻ പറയും, എനിക്ക് യേശുവിന്റെ കൂടെ നടക്കുന്നതാ. ഇന്നലകൾ വരെ എനിക്കൊരു പരാജയം ഉണ്ടായില്ല. പക്ഷെ നീ ഇപ്പോൾ എന്തിനാ എഴുന്നേറ്റ് ഇവിടെ നിൽക്കുന്നേ? പക്ഷേ അവന് യോഹന്നാനോട് ചോദിക്കാം, അല്ല യോഹന്നാനെ നീ എന്തായിരുന്നു അങ്ങനെ ചോദിക്കാഞ്ഞേ? അല്ല ലൂക്കോസ് നീ എന്തായിരുന്നു അങ്ങനെ ചോദിക്കാഞ്ഞേ? അവര് പറയും, ഇന്നലത്തെ പരാജയങ്ങൾ ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരേ ആത്മാവിനകത്ത് ഒരുമിച്ച് നിന്നപ്പോൾ പിടികിട്ടുന്നവരെ ആമേൻ പറഞ്ഞാട്ട് ഞങ്ങൾ അതിനെ ഒരുമിച്ച് അവിടെ കയറി നിന്നപ്പോ ഞങ്ങൾ കണ്ടത് അസാധാരണ ദൈവപ്രവൃത്തിയാണെങ്കിൽ ഇന്നലത്തെ പരാജയം നിന്റെ വിഷയമല്ല. ആമേൻ പറ. അഭിഷേകത്തെ സ്വീകരിക്കുന്നവനോട് ഞാൻ പറയാ, ഇന്നലത്തെ നിന്റെ തോൽവികൾ, ഇന്നലത്തെ നിന്റെ പരാജയങ്ങൾ, ഇന്നലത്തെ നിന്റെ ഒറ്റപ്പെടലുകൾ ദൈവത്തിന് വിഷയമല്ല. നീ കയറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ റെഡിയാണ്. ആത്മാവിലത് സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുന്നവർ, ഇന്നലത്തെ നിന്റെ ഒറ്റപ്പെടല്, ഇന്നലത്തെ നിന്റെ തള്ളിപ്പറച്ചലുകള്, ഇന്നലത്തെ നിന്റെ തോൽവികള് ദൈവത്തിന് വിഷയമല്ല. ഒരുമിച്ച് കയറി നിന്ന ദൈവം നിന്നെ ഉപയോഗിക്കാം. ഒരു അഭിഷേകം ചലിക്കുന്നല്ലോ, ഒരു ആത്മതലം ഇതിനകത്ത് ഇന്ന് പകലില് ഇതിനകത്ത് ചലിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, പിശാച് നിന്നോട് പറയാ നീ പാടില്ല എന്ന്. പിശാച് നിന്നോട് പറയാ നീ കയറി നിൽക്കരുതെന്ന്. എന്നാൽ അതിനെ നോക്കി ക്യാൻസൽ ചെയ്തിട്ട് വരാ. ആത്മാവിൽ എന്നെ പുതിയതാണ് ഞാൻ, അഭിഷേകത്തിൽ ഞാൻ പുതിയതാണ് ഞാൻ, അധികാരത്തിൽ ഞാൻ കയറി നിൽക്കോ. എന്റെ ദൈവം എന്നെ കയറ്റി നിർത്തുകയാ. എല്ലാവരും ആത്മാവിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ആരാധന ആരാധന ആരാധന. കർത്താവുമായിട്ടൊന്ന് കണക്ട് ആയേ. കർത്താവേ, അങ്ങനെ ഒരു ആത്മാവിന്റെ തലത്തിലേക്ക് എന്നെ ഇന്ന് പകലൊന്ന് കയറ്റി വിടണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ. ഹൃദയങ്ങളെയൊക്കെ തുറന്ന് കർത്താവുമായി ഒന്ന് അങ്ങേ പോലെ യേശുവേ. സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ
ആത്മാവുമായി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്ത് ആരാധന ആത്മലോകത്തേക്ക് എനിക്കൊന്ന് സഞ്ചരിക്കാം. ആ യേശുമായുള്ള സ്വർഗവുമായി ചലിക്കപ്പെടുവാൻ കരങ്ങളെ ഒന്ന് ഉയർത്തി, എല്ലാ കരങ്ങളെ ഒന്ന് ഉയർത്തി യേശുവിനെ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ 1-2 മുഖവരെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആത്മതലം നമ്മുടെ മേൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻട്രി നടക്കുമ്പോൾ അടുത്തൊരു ആത്മതലം തുറക്കുന്നതാണ് ദൂതന്മാരുമായിട്ടുള്ള ബന്ധം. ആമേൻ പറഞ്ഞ്, ദൂതന്മാരുമായിട്ടുള്ള ബന്ധം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതും ആഗ്രഹിക്കാറുള്ള ഒരു തലമാണ് ദൂതന്മാരുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ എന്ന്. എല്ലാവരുടെ അകത്തൊരു ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങി പത്രോസിനെ തൊട്ട് എഴുന്നേൽപ്പിച്ച് ചങ്ങല അഴിച്ച് പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ സ്വതമേ വാതിലുകൾ തുറന്നു. ആമേൻ. ആമേ, കാരാഗ്രഹ വാതിലുകളൊക്കെ തുറന്ന് പത്രോസിനെ ദൂതൻ പുറത്തു കൊണ്ടുവന്നു. അതിന് ആമേൻ പറയത്തില്ലേ? പറയും, നമ്മൾ പറയും. പക്ഷെ എൻ്റെ ഒറ്റൊരു ചോദ്യം, പത്രോസിനെ ദൂതൻ വന്ന് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ആ ദൂതൻ ഇറങ്ങത്തില്ലേ? കൊതിക്കുന്നവന്റെ അകത്ത് ആ ദൂതൻ വരുത്തില്ലേ? പഴയ നിയമ കാലഘട്ടത്തിൽ 40,000 50,000 പേരുടെ ഒരു ദൂതനായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ അവരെ നയിക്കാൻ ഒരു ദൂതൻ നിൽക്കുമ്പോൾ, പുതിയ നിയമ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്നവന്റെ കൂടെ ഒരാട് കൂടെ 2 ദൂതനാ ഉള്ളത്. നിന്റെ ഇടതും വലതുമായി ആമെ കാക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ആ ദൂതന്മാരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതിനൊക്കെ ആമേൻ പറ. എനിക്ക് ആ ദൂതന്മാരെ ഒന്ന് കാണാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ആ ദൂതന്മാരുമായിട്ടുള്ള ബന്ധം എൻ്റെ ലൈഫിൽ നടക്കാൻ നിങ്ങളുടെ അകത്തൊരു കൊതി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ദൂതന്മാർ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ഇറങ്ങി വരും. ഓ യേശുവിന്റെ നാമത്തിൽ ആ ഏഞ്ചൽസ് വിസിറ്റേഷൻ പറയുന്നതല്ല, നീ കാണാൻ തുടങ്ങാൻ കൊതിക്ക്. നിങ്ങളൊന്ന് കൊതിച്ചു നോക്ക്, നിങ്ങളൊന്ന് കൊതിച്ചു നോക്ക്. ദൈവം നിങ്ങളുടെ മേലത് പകരാൻ തുടങ്ങും. എനിക്കറിയത്തില്ല, ഒരു ആത്മാവിന്റെ തലം ഇതിനകത്ത് തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇപ്പോഴാർക്ക് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ദൂതന്മാരുടെ പ്രസൻസുകളെ അനുഭവിക്കാൻ പറ്റുന്നിടത്തോളം കാലം അനുഭവിച്ച റിയാലിറ്റിക്കകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തെ നോക്കിയും ആ റിയാലിറ്റിയിലൊന്ന് ജീവിച്ചാൽ ആ ലൈഫ് സ്റ്റൈലേ ഒരു സുഖമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഒരു ദൂതിലേക്ക് പോകാം. ഈ ദൂതന്മാരുമായിട്ട് നിങ്ങൾ എത്ര പേര് അതും ആമേ ഉൾക്കൊള്ളുന്നു എനിക്കറിയത്തില്ല. ആമേ, പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ ആമേ, നിങ്ങൾക്കറിയാവുന്നല്ലോ, ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രസൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അതൊക്കെ കഴിഞ്ഞിങ്ങനെ ചർച്ചിനകത്ത് ഇങ്ങനെ ഒരു ദിവസം രാവിലെ, വെള്ളിയാഴ്ച ഒരു ദിവസം രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ ചർച്ചിൽ പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമേ, ഞാനിവിടുന്ന് ബൈക്കിനാണ് പോയത്. ബൈക്കിന് പോകുന്ന സമയത്ത്
ഞാൻ നേരെ പോയി പ്രാർത്ഥിച്ചൊരു 4:30 വീണ്ടും പിന്നെ ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു സമയം 4:30 തൊട്ടുള്ള ടൈം. ആ ടൈം ആയപ്പം കാണാം സ്തോത്രം, ഞാൻ നോക്കുമ്പോൾ കാണാം പെട്ടെന്ന് കാണാം ഭയങ്കര മഴക്കോള് വരുന്നത് കൊണ്ട് എനിക്ക് അന്നത്തെ അന്തരീക്ഷം നോക്കുമ്പോൾ കാണാം ഭയങ്കര മഴക്കോള്. അപ്പോൾ തിരിച്ചെനിക്ക് രാവിലെ മോർണിംഗിന് എറണാകുളത്താണ് മീറ്റിംഗ് ഉള്ളത്, എറണാകുളത്ത് പോകണം. അപ്പോൾ ഞാൻ അവിടെ നിന്നാൽ ചിലപ്പോൾ അവിടെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചർച്ച പൂട്ടി ബൈക്കും എടുത്ത് എനിക്ക് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങണമായിരുന്നു. സാധനം വാങ്ങി ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയെന്ന സമയത്ത് മഴകൾ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച നല്ല മഴ പെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കയറി നിൽക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ നേരെ ബൈക്കെടുത്ത് ഹെൽമെറ്റ് വെച്ച് ഞാനിങ്ങനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ബൈക്ക് ഓടിക്കുന്ന സമയത്തെല്ലാം ഞാൻ വർഷിപ്പ് ചെയ്ത് ആരാധനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കർത്താവിനെ ആരാധിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡേ അങ്ങ് മാറി. ഞാൻ ഏതോ ഒരു ലോകത്തൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലും ഞാൻ ഓടിക്കുക. ഏതാണ്ട് ഞാനൊരു 10 കിലോമീറ്ററിനടുത്ത് ഓടി ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ബോധം തെളിയുന്നു. മഴ നല്ലവണ്ണം പെയ്യുന്നു, പക്ഷെ ഞാൻ നനയുന്നില്ല. ഹലോ നിങ്ങൾ പലരും ഇപ്പൊ ക്വസ്റ്റ്യൻ ഇട്ടതുപോലെ ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഇട്ടു. ഞാൻ നോക്കുമ്പോൾ കാണാം എൻ്റെ ഫ്രണ്ട് വീല് വരെ മഴ നനയും, മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഹാൻഡിലാകട്ടെ, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സാകട്ടെ, എൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളമില്ല. റോഡിലൂടെ വെള്ളം ഒഴുകി പോവുക. ഞാനത് എനിക്ക് തന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാനൊരു 10-15 ദൈവദാസന്മാരെ വീഡിയോ കോളിൽ വിളിച്ചു. അവരെല്ലാവരും വീഡിയോ കോളിൽ കൂടെ നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ദേഹത്ത് വെള്ളമില്ല. അവർ ലൈവിൽ കണ്ടോണ്ടിരിക്കുക. ട്രഡീഷന് പാസ്റ്റർമാരെ ഉൾപ്പെടെ ഞാൻ വിളിച്ചു, പല ദൈവദാസന്മാരെ വിളിച്ചു. അവരെല്ലാം നോക്കുമ്പോൾ കാണാം എൻ്റെ പുറകിൽ വരെ ബാക്ക് ഭാഗത്ത് മഴ നനയുന്നുണ്ട്, പക്ഷേ എൻ്റെ ശരീരത്തോ എൻ്റെ കയ്യിലോ ഒരു തുള്ളി വെള്ളമില്ല. സ്തോത്രം പറയുന്നെങ്കിൽ വിശ്വസിച്ചെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ എന്തിനെ കൊതിക്കുവാൻ ഒരു കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത, എന്നെ മറച്ച, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏഞ്ചൽസ് ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ ദൂതൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ ആമേൻ, അസാധാരണമായ ദൈവം നിങ്ങളുടെ മേലെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആമേൻ പറഞ്ഞാട്ട് ഇന്നലകളത്തെ ഹിസ്റ്ററി നോക്കാനല്ല, പുതിയൊരു ആത്മതലത്തിൽ കയറ്. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുക. നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കാൻ തുടങ്ങിയാൽ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ആ ദൂതന്മാർ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒരു സമയത്ത് ലൂക്കോസിന് എഴുതിയ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, മറിയയുടെ അടുത്തേക്ക് ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, മറിയേ, നിന്റെ മുമ്പിൽ ഒരു ജനനം നടക്കാൻ പോകുന്നു. നീ ഒരു തലമുറ ഡെലിവറി ചെയ്യാൻ പോകുന്നു. പക്ഷേ അത് എല്ലാ തലമുറയും പോലല്ല. മറിയയ്ക്ക് പറയോ ചുമ്മാതെ നിന്ന് പറയല്ല, മറിയ ഊകാഭോഗത്തിൽ പറയുന്നതല്ല. മറിയയുടെ സ്തോത്രം വെളിപ്പാടിൽ മറിയ പറയുന്നതല്ല. ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതൻ ഡയറക്റ്റ് ആയിട്ട് മറിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ ഒറ്റ ചോദ്യം, മറിയയുടെ മുമ്പിൽ ദൂതനെ വരാങ്കി പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ദൈവദൂതന്മാർ ഡയറക്റ്റ് ഇറങ്ങത്തില്ലേ? പിടികിട്ടുന്നെങ്കിൽ രാമേൻ പറഞ്ഞാട്ട് ദൂതന്മാർ ഇറങ്ങി നിന്നിട്ട് ഒരു ചോദ്യം, നിന്റെ വീട്ടിനകത്തൊരു ജനനം നടക്കുന്നു. അപ്പൊ ദൂതനോട് പറയാണ്, മറിയയ്ക്ക് പറ്റും, അയ്യോ ഞാൻ ഇന്നലെയും ജനനം കണ്ടു. ഇന്നലെ എൻ്റെ നാട്ടുകാരുടെ വീട്ടിൽ, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ, എൻ്റെ ബന്ധങ്ങളുടെ വീട്ടിൽ ഞാൻ ജനനം കണ്ടു. പക്ഷെ ദൂതന് പറയാനുണ്ട്, ഇന്നലകൾ വരെ കണ്ട ജനനമല്ല നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ജനനം. നിന്റെ വീട്ടിൽ നടക്കുന്ന ജനനം, നിന്നിൽ നടക്കാൻ പോകുന്ന ജനനം സാത്താന്യ കോട്ടകളെ പൊളിക്കുന്ന അസാധാരണമായ ഒരു തലമുറയുടെ ജനനമാണ് നിന്റെ വീട്ടിനകത്ത്. ഇന്ന് രാവിലെ ആരോടുള്ള ദൈവ ശബ്ദങ്ങൾ, ഇന്നലകൾ നീ കണ്ടതുപോലെയല്ല. പുതിയൊരു അഭിഷേകത്തിന്റെ തലമുറ നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ സഭയില് ധ്വനിക്കപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞ ഒരു അഭിഷേകമാണല്ലോ.
അടരബലബ സൈദരബ ആത്മാവിലത് സ്വീകരിക്കുക, ആത്മാവിലത് സ്വീകരിക്കുക. ആ ദൂതന്മാരുടെ പ്രസൻസുകൾ, ആ ദൂതന്മാരുടെ സന്ദേശങ്ങൾ, ഗബ്രിയേൽ ദൂതന്മാർ സന്ദേശമായി വന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ മറിയയോട് വേണമെങ്കിൽ പറയക്ക് പറയാ, ഞാൻ ഒത്തിരി ജനനം കണ്ടിട്ടുണ്ട് ദൂത, ഒത്തിരി പേരുടെ ജനനം കണ്ടിട്ടുണ്ട്. പക്ഷേ മറിയോട് ദൂതന് പറയാനുള്ളത്, ഗബ്രിയേൽ പറയാനുള്ളത്, ഒത്തിരി പേരുടെ ജനനം കണ്ടതുപോലല്ല നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന ജനനം. പിടികിട്ടുന്നെങ്കിൽ ആമേൻ പറ. ഇന്നലകളെ കണ്ടതുപോലെയല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അഭിഷേക, ഒരു ആത്മതലം എനിക്ക് ഭയങ്കരമായിട്ട് തുറക്കുന്നു. ഇന്നലെ ആരുടെയോ ലൈഫിൽ വന്നു എന്ന് പറയുന്നതല്ല, ഇതുവരെ ഒരു തലമുറയിൽ കണ്ടിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ജനനം നിന്റെ തലമുറയുടെ മേൽ നടക്കുവാണെന്ന് പറഞ്ഞ സന്ദേശങ്ങൾ കൈമാറാ അഭിഷേകത്തിന്റെ ദൂതന്മാർ ഇതിനകത്തുണ്ട്. അടുത്തത് നിന്റെ ലൈഫിൽ എന്താ നടക്കുന്നത്, അടുത്ത കാലഘട്ടത്തിൽ നിന്നിൽ എന്താ വെളിപ്പെടാൻ പോകുന്നത്, അതിനെ അരുളി ചെയ്യാ ഒരു ദൂതൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞത് സ്വീകരിക്ക, ഒരാമേൻ പറഞ്ഞത് സ്വീകരിക്ക. നിന്റെ തലമുറ ഇപ്പോൾ വഴിതെറ്റി കിടക്കുവാണോ, നിന്റെ തലമുറ പ്രാർത്ഥനയെ സപ്പോർട്ടില്ലയോ, അവനെ നോക്കി നീ പ്രവചിച്ചു പറ. ആ തലമുറ അടുത്ത കാലഘട്ടങ്ങളിൽ ആമേ ഉണർവിന് വേണ്ടി നിൽക്കാൻ പോകുന്ന ഒരു തലമുറയുടെ മഹത്വമാ. അവന് ദൂതന്റെ എൻട്രി ഉണ്ടാകും. ചലിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിനകത്തേക്ക് ഇന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് നിന്റെ ആരാധന സ്വീകരിക്കുന്നത്. എവിടെയോ ഒരു മറിയയ്ക്ക് വേണ്ടി ദൂതൻ ഗബ്രിയേൽ ഇറങ്ങിയെങ്കിൽ, ഒരു എലിസബത്തിന് വേണ്ടി ഗബ്രിയേൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ, ഒരു യോഹന്നാന്റെ ജനനത്തിന് ഒരു ദൂതൻ ഇറങ്ങിയെങ്കിൽ, യേശുവിന്റെ ജനനത്തിന് ദൂതൻ ഇറങ്ങിയെങ്കിൽ, കുഞ്ഞെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ ഈ തലമുറകളുടെ മേലല്ല അഭിഷേകത്തിന്റെ ജനനക. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയത്തില്ല, ആത്മാവിന്റെ തലം ഇന്ന് രാവിലെ ഇതിനകത്ത് ശബ്ദമായിട്ട് ചലിക്ക. യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു തലമുറയെ പുറത്തു കൊണ്ടുവരാ, അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാ. ഇന്ന് പകൽക്കാലം ഒരു ആത്മാവിന്റെ തലകള്, ഒരു ദൂതന്മാരുടെ തലകള് ഇന്ന് നിനക്ക് വേണ്ടി ദൈവം തൊടാൻ പോകുന്നത് പറഞ്ഞ യേശുവിന്റെ നാമത്തില് ഇന്ന് വരെ നീ അന്നിട്ടില്ലാത്ത, ഇതുവരെ നീ അനുഭവിക്കാത്ത ഏഞ്ചലിക്കിന്റെ എൻട്രി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. എനിക്കറിയത്തില്ല, സന്ദേശങ്ങളെ കൈമാറാ അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സന്ദേശവുമായി വരുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഇതിനകത്തുണ്ട്. എനിക്കറിയത്തില്ല, ചിലരുടെ ശരീരത്തിനകത്ത് കുളിര് കോരുന്നത് പോലെ ഒരു ആത്മാവിന്റെ ശക്തി ചിലരുടെ ബോഡിയിൽ ഇപ്പൊ ഫീൽ ചെയ്യുന്നു. നിന്റെ ശരീരത്തിനകത്ത് എന്തോ ഷോക്ക് ചെയ്യുന്നത് പോലെ. പ്രാർത്ഥിച്ചേ ഗബ്രിയേൽ ദൂതന്മാർ നിന്റെ വീട്ടിനകത്തേക്ക് ഇന്ന് രാവിലെ എൻട്രി ചെയ്യാൻ പോകുകയാ. അടുത്ത് നീ എന്താകണമെന്ന്, അടുത്ത നിന്റെ ലൈഫിൽ എന്താ നടക്കേണ്ടെന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തില് പുതിയൊരു ആത്മതലത്തില് ഒരു തലമുറ പുറത്തു വരാ. ഇന്ന് പകല് ഞാൻ ആത്മാവില് ചിലരെ കൈമാറുകയാണ്, ആത്മതലത്തിൽ അനുഗ്രഹിക്കുക.
സംഭവിക്കട്ടെ. ആരോ ഇതിനകത്ത് ദൂതന്മാർ ഇതിനകത്ത് സഞ്ചരിക്കുന്നു, ഫീൽ ചെയ്യുന്നു. ചിലരുടെ മേൽ അത് ഫീൽ ചെയ്യുന്നു. ചിലരുടെ ശരീരത്ത് ചിറകടിക്കുന്നത് പോലെ എന്തോ തട്ടുന്നതായി പലരുടെ മേൽ ഫീൽ ചെയ്യപ്പെടുന്നു. ഇപ്പൊ സ്വർഗ്ഗം തൊടുന്ന യേശുവിന്റെ നാമത്തിൽ ഗബ്രിയേൽ ദൂതന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗബ്രിയേൽ ദൂതൻ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ദൗത്യം മെസ്സേജുകൾ തരിക, വരാനുള്ള സംഭവങ്ങളെ നിന്നോട് അറിയിക്കാൻ. ദൂതൻ നിന്റെ മുമ്പിൽ വരികയാ. ഇനി നീ സംസാരിക്കുന്നത് വെളിപ്പാടിനകത്തല്ല. ഇനി നീ ചില സന്ദേശം അറിയുന്നത് ഒരു വ്യക്തി വന്ന് മുമ്പിൽ പറയുന്നത് പോലെ. അങ്ങനെ ഒരു അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു അഭിഷേകം ഞാൻ കർത്താവിന്റെ ദാസൻ ബോബസുപാസിനോട് വർത്താനം പറയുന്നത് പോലെ ഒരു ഗബ്രിയേൽ ദൂതൻ നിന്റെ മുമ്പിൽ വന്നാൽ പിടികിട്ടുന്നെങ്കിൽ ആമേൻ പറ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ആ ദൂതനെ ഇറങ്ങിയ നിന്നോട് ഒരാൾ വന്ന് പറയുന്നത് പോലെ ആമേൻ നാളുകളിൽ നടക്കാൻ പോകുന്ന സന്ദേശങ്ങൾ അവൻ പറയാൻ പോകുകയാ. ആമേൻ. പോകട്ടെ, ഒരു ആത്മതലം 1-2 ഭാഗത്ത് ഒന്ന് തൊട്ടുപോകാം. ഗബ്രിയേൽ ദൂതന്റെ പ്രത്യേകത സന്ദേശങ്ങളെ കറുവ. രണ്ടാമത്തെ ഒരു ദൂതന്റെ അത് ആദ്യത്തെ ഒരു ദൂതനാണ് എങ്കിലും പറയാം, മീകായേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴി ഒരുക്കുന്നവനാണ് മീകായേൽ. വഴി ഒരുക്കുക. കർത്താവിന് വചനം പഠിപ്പിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, ഒന്നും കൂടെ പറഞ്ഞ്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ വഴിയെ പോലും മുമ്പിൽ നയിക്കപ്പെടുന്നത് പ്രധാന ദൂതനായ മീകായേലാണ്. അങ്ങനെയെങ്കിൽ ആ ദൂതന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ പാർശ്യ ശക്തി കയറി ഉപവാസത്തിന്റെ മറുപടിയെ കയറി തടഞ്ഞു. ഒന്നും പ്രാർത്ഥിക്കുന്ന പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ പ്രധാന ദൂതനായ മീകായേൽ ഇറങ്ങി പാർശ്യ പ്രഭുവിന്റെ ശക്തിയെ വെട്ടി. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം. മീകായേൽ ഇറങ്ങിയാൽ ദേശത്ത് നിന്നെ തടയുന്ന, നിന്റെ മൂവ്മെന്റുകളെ തടയുന്ന, വിടുതലുകളെ തടയുന്ന, മറുപടികളെ തടയുന്ന പൈശാച കോട്ടകളെ വെട്ടുന്നവനാണ് പ്രധാന ദൂതനായ മീകായേൽ. ഓ സ്തോത്ര. അങ്ങനെ ഇന്ന് രാവിലെ എവിടെയാണോ നിന്റെ വിടുതലിനെ തടയുന്നത്, സഭയുടെ വളർച്ചയെ തടയുന്ന, കുടുംബത്തിന്റെ വിടുതലുകളെ തടയുന്ന പാർശ്യ ശക്തികളെ വെട്ട ഒരു പ്രധാന ദൂതനായ മീകായേൽ ഇതിനകത്ത് ഉണ്ടോ എന്ന് പറഞ്ഞ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്ക്. കാണാൻ നിൽക്കരുത്. ഇതൊരു വിടുതലിന്റെ ദൂതാണ്. ഈ ദൂതൻ ഇറങ്ങിയ എവിടേക്കോ നിന്നെ തടഞ്ഞ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി തുറന്നെന്ന് പറഞ്ഞിട്ട് അത് കൈക്കകത്തേക്ക് വരാതെ എവിടെയോ നിന്നെ ഒതുക്കി വെക്കുന്ന ആ തടസ്സങ്ങളെ പൊളിക്കാം. ആ മീകായേൽ ഇന്ന് പകല് ഇറങ്ങി വരികയാ. ഓ ഹോളി ഫാദർ, യേശുവിന്റെ നാമത്തിൽ ആ മീകായേൽ കമാൻ. എത്ര പേര് ആത്മാവിൽ അത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വീടിനകത്ത് പ്രാർത്ഥിക്കുന്നു, പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല. എപ്പോഴും ദൂത് കേൾക്കുന്നുണ്ട്, വിടുതലാണെന്ന് പറഞ്ഞു, പക്ഷേ ആമേൻ മാറ്റമില്ല. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ ദൂത് പറയുന്നു. ഇവിടെ നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ വീട്ടിനകത്തേക്ക് ഒരു മീകായേൽ പുറപ്പെട്ടിട്ടുണ്ട്. ഓ എനിക്കറിയത്തില്ല. ആമേൻ. നിന്നെ ബൗണ്ടറിക്കകത്ത് ഒതുക്കിയ എവിടെയോ നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ആ സ്പിരിറ്റിനെ വെട്ട ഒരു അധികാരമുള്ളൊരു ദൂതനുണ്ട്. ഓ
സ്വീകരിക്കണേ, സ്വീകരിക്കണേ. ഈ ആഴ്ച, ഈ മാസം, ഈ അത്ഭുതമാണ് നീ കാണാൻ പോകുന്നത്. ദൂതന്മാർ ഇറങ്ങി വെട്ടേണ്ടതിനെ വെട്ടും, വെട്ടേണ്ടതിനെ വെട്ടും. വെട്ടട്ടെ. ആത്മാവി ചിലത് വെട്ട്, ആത്മാവി പറയാ, ആത്മാവി ചിലത് വെട്ടും. യേശുവിന്റെ നാമത്തിൽ എന്തോ ഒരു അഭിഷേകം ഇവിടെ വെളിപ്പെടുന്നു, ഒരു അധികാരത്തിന്റെ അഭിഷേകം. കമാ, നിന്റെ തലമുറയുടെ ഭാവിയെ തടഞ്ഞ, കുടുംബത്തിന്റെ നന്മയെ തടഞ്ഞ, ജീവിത സമൃദ്ധിയെ തടഞ്ഞ, സഭയുടെ വളർച്ചയെ തടയുന്ന ഏതൊക്കെ പൈശാച ശക്തിയോ ഉണ്ടെങ്കിൽ ഇന്ന് പകലില് പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി ചിലതിനെ വെട്ടാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ദൂതന്മാർ ഇറങ്ങി ചിലതിനെ വേരോടെ പൊളിക്കും, വേരോടെ വെട്ടും, വേരോടെ വെട്ടും. ആമേൻ പറ. വേരോടെ വെട്ടും, വേരോടെ വെട്ടും. ഏത് ദേശാധിപതിയാകട്ടെ, ഏത് ആമേ മേഖലയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. എനിക്ക് അതിൽ നിന്നൊരു പ്രവചന ശബ്ദം പറയുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ചിലരുടെ വീട്ടിനകത്തേക്ക് കർത്താവിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് ചില അശോര പ്രതിഷ്ഠകളെ വെട്ടിമാറ്റിയിട്ട് നിനക്കെതിരെ നിൽക്കുന്ന ചില ബോണ്ടേജുകൾ ഇന്നത്തോടെ തകീകരിക്കുന്നത്. നിന്റെ തലമുറയുടെ ഭാവി അടഞ്ഞതാ നീ കണ്ടതെങ്കിൽ ഇന്നൊരു പ്രവചന ദൂത് അത് തുറന്നത് കാണാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇനി നിന്റെ വാതിൽ അടയുകയല്ല, നിന്റെ വാതിലുകൾ ഇനി അടയുകയല്ല. ഒരുത്തിനും ഇനി അടയ്ക്കാൻ പറ്റാത്ത പോലെ ദൂതൻ നിന്റെ മുമ്പില്, ദൂത പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ നിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചേ. എനിക്കറിയത്തില്ല, ഭയങ്കര ആത്മതല, എന്നെ ആത്മതല ഭയങ്കരമായിട്ട് തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടയത്തില്ല, തുറന്നു വരാൻ പോവുക, തുറന്നു വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആരോടൊക്കെ ദൂതായി ഇത് പറയുക, ദൂതായിട്ട് ഇത് പറയുക. നിന്റെ പ്രതിസന്ധികൾ ഇന്നിവിടെ തുറന്നു വരാം. അടഞ്ഞതിന് പിശാചിട്ട പ്രതിസന്ധി എന്റെ ദൈവം അടച്ചിട്ട് ദൈവ പ്രവർത്തികൾ തുറക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ഒരു അഭിഷേകമാ എനിക്കിതിനകത്ത് തുറന്നു വരുന്നു. ആത്മാവെ പ്രാർത്ഥിച്ച്, ആത്മാവെ പ്രാർത്ഥിച്ച്, ആത്മാവെ പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അടഞ്ഞതൊക്കെ മാറട്ടെ, അടഞ്ഞതൊക്കെ മാറട്ടെ, അടഞ്ഞതൊക്കെ മാറട്ടെ. അവിടുത്തെ രാജാക്കന്മാരെ തൊട്ട് നീ പിടിക്കും. മാരെ തൊട്ട് നീ പിടിക്കും. നിന്റെ മുമ്പിൽ ഒന്നും ഇനി അടയത്തില്ല. അഭിഷേകമാണ്, ഒരാത്മാവിന്റെ അഭിഷേകമാണ്, ഒരാത്മാവിന്റെ അന്തരീക്ഷം. ഇതിനകത്ത് വിശ്വസിക്ക്. ഏഞ്ചൽസ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. ചിലരുടെ കയ്യെ പിടിക്കും. ആമേൻ. എന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ദൂതൻ പറഞ്ഞത്, ഞാൻ നിന്റെ വലങ്കയ്ക്ക് എന്ത് ചെയ്യും? പിടിക്കും. കർത്താവിന്റെ ദാസന്റെ ഈ വലങ്കയെ ദൂതൻ പിടിച്ചാൽ ഇനി ഈ വലങ്കൈ കൊണ്ട് ദൂതൻ ബോബസ് പാസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ഈ വലങ്കയെ ദൂതൻ പിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി രണ്ടാമത്തെ പ്രത്യേകത, പിടിച്ചു കഴിഞ്ഞപ്പോ ദൂതൻ ഒരു കാര്യം പറഞ്ഞു. ആമേൻ. നിനക്ക് മുമ്പാകെ ആര് കയറും? ഞാൻ കയറും. എന്നിട്ട് പറഞ്ഞൊരു പ്രത്യേകത, ആമേൻ, നിന്റെ ഈ വലങ്കൈ കൊണ്ട് നടക്കാത്തത് നീ ചെയ്യേണ്ട ഈ വലങ്കയ്ക്ക് പകരം ഈ രാമൻ പറയണേ. ഇന്നലകൾ വരെ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ ആ കയ്യേക്കൊരു ദൂതൻ പിടിക്കുക. എന്റെ ശരീരത്ത് ഒരു ദൈവ സാന്നിധ്യം ഭയങ്കരമായിട്ട് അടിക്കുന്നു. എന്നിട്ട് പറയുക, ഇനി നീ ഇവിടെ സൈലന്റ് ആയിട്ട് നിൽക്ക, നിന്റെ കൈക്ക് ഞാൻ പിടിക്കാം. ആരാധന ആമേൻ പറയുന്നേ. നിന്റെ വീട്ടിൽ ഞാൻ പിടിക്കാം. നിന്റെ വിഷയത്തെ ഞാൻ പിടിക്കാം.
എന്നിട്ട് ഈ വലങ്കയ്ക്ക് പിടിച്ചിട്ട് അവന്റെ മുമ്പിലോട്ട് വരുക. ഇനി മുമ്പോട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിനക്ക് മുൻപാകെ ചെന്നിട്ട് ദുർഘടങ്ങളെ എന്ത് ചെയ്യും? നിരപ്പാക്കും. താമരവാതിലിനെ എന്ത് ചെയ്യും? തകർക്കും. ഇരുമ്പോടാമിൽ എന്ത് ചെയ്യും? കണ്ണിക്കും. ആമേൻ പറ. എന്ന് വെച്ചിരുന്ന നിന്നെ കൊണ്ട് നടക്കാതെ പോയതെല്ലാം ദൂതൻ നിന്റെ കൈക്ക് വേണ്ടി പിടിക്കുമ്പോ നിന്നോട് പറഞ്ഞ വാറ്റത്വങ്ങൾ മുഴുവനോ ഈ പകല് തുറന്നു വരാൻ പോവാ. ഓ താമേ, സമഭൂമിയാകാത്തത് സമഭൂമിയാകാൻ തുടങ്ങും. സ്തോത്രം പറ, സ്തോത്രം പറ. നിന്നെ ഒതുക്കാൻ നിന്നതല്ല ഇന്ന് പകല് തകരും. എനിക്ക് ഭയങ്കര ആത്മതല തുറക്കുന്നു വരുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദുർഘടങ്ങൾ നിരപ്പാകും. നിരപ്പാകാതെ കിടക്കുന്ന ഭാരം പോലെ കിടക്കുന്ന പ്രതികൂലങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ സമഭൂമിയാകട്ടെ. ആത്മാവി സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുക. അതിവിടെ സമഭൂമിയാകും, സമഭൂമിയാകും, സമഭൂമിയാകും. നിന്നെ വെല്ലുവിളിച്ച ശക്തികൾ സമഭൂമിയാകും. നിന്റെ അഡ്രസ് കീറാൻ നിന്ന ശക്തികൾ സമഭൂമിയാകും. നിന്റെ വഴിയെ പൂട്ടിയത് സമഭൂമിയാകും യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് പറഞ്ഞടച്ചതല്ല ഇന്ന് രാവിലെ ഇവിടെ തുറന്നു വരും. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ നിനക്ക് മുൻപാകെ വരും. വിശ്വസിക്ക്. അവരുടെ വലങ്കയൊക്കെ ഒന്ന് പൊക്കി ദൂതന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. പ്രോഫറ്റിക്കലായിട്ടങ്ങ് കൊടുക്ക്. എന്റെ വലങ്കയെ ദൂതൻ പിടിക്കുവാണെന്ന് കൊടുക്കങ്ങോട്ട്. ദൂത ഇന്നാ എന്റെ വലങ്കൈ കൊടുക്കങ്ങോട്ട് പ്രോഫറ്റിക്കലായിട്ട്. എന്നിട്ട് ആ വലങ്കയെ കയറി ദൂതനങ്ങോട്ട് പിടിച്ചാൽ പിന്നെ നീ നിന്നു കൊടുത്താ മതി കുഞ്ഞേ. നീ നിന്ന് കൊടുത്താ മതി. ആ വലങ്കയ്ക്ക കൊണ്ട് നീ ചെയ്യേണ്ടതല്ല ദൂതൻ ചെയ്തു തുടങ്ങും, ചെയ്തു തുടങ്ങും, ചെയ്തു തുടങ്ങും, ചെയ്തു തുടങ്ങും. നിനക്ക് മുമ്പിൽ അത് തുറന്നു വരാം യേശുവിൻ നാമത്തിൽ. നല്ല രാമയും പറഞ്ഞേ മറ്റൊരു പദം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു ദൂതന്റെ ഒരു പ്രത്യേകത. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലന്മാര് അസാധാരണമായിരിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്തപ്പോൾ അസൂയ നിറഞ്ഞ അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിനകത്ത് ആക്കി. ആ ഭാഗം ഒന്ന് എടുത്ത് വായിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 5:18-19 അവിടെ വായിക്കുന്നു. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആ ദൂതന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഈ അപ്പോസ്തലന്മാർ അസാധാരണ ശുശ്രൂഷ ചെയ്യുക അല്ലേ? ആർക്കെങ്കിലും ദോഷം ചെയ്തോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നല്ലോ. ആമേ സ്തോത്രം. ആർക്കും ഒരു ദോഷം ചെയ്തില്ലല്ലേ? ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലന്മാർ, ആർക്കു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അപ്പോസ്തലന്മാർ, ആരുടെ വിഷയത്തിന് വേണ്ടി കയറി നിന്ന് പ്രാർത്ഥിക്കുന്നല്ലേ? പക്ഷേ ആമേ ഒരു തലമുറ നോക്കുമ്പോൾ അവരെ കൊണ്ട് ആരെ കൊണ്ട് പറ്റാത്തത് ഈ അപ്പോസ്തലന്മാർ ചെയ്തപ്പോൾ അവിടെ വേറൊരു വിഷയം പൊങ്ങി. കണ്ടോണ്ട് നിന്നോമാർക്ക് അസൂയ കയറി. ഹലോ, കണ്ടോണ്ട് നിന്നവർക്ക് എന്തുണ്ടായി? അസൂയ കയറി. അസൂയ കയറിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആമേ അവരെ എല്ലാം പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് പൂട്ടി. ഹലോ, അസൂയ കയറിയപ്പോൾ പലരും കയറി കാരാഗ്രഹത്തിനകത്ത് കയറി എന്ത് ചെയ്തു? പൂട്ടി. പൂട്ടിയ ഉടനെ കർത്താവിന്റെ ദൂതൻ ആ രാത്രിയിൽ ഇറങ്ങി. ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി പൂട്ടിയതാണെങ്കിലും ദൂതൻ രാത്രിയിൽ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ വാതിലിനെ അങ്ങ് തുറന്നു. ഈ രാവിലെ ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയാം. വർഷങ്ങളുടെ പുറകാകട്ടെ, ജനിച്ച കാലം തൊട്ടാകട്ടെ, വിദ്യാഭ്യാസം തൊട്ടാകട്ടെ, എവിടേക്കും നിന്നെ അസൂയ കൊണ്ട് പൂട്ടിയ ചരിത്രം ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആ ദൂത് പറയാൻ പോവാ. വർഷങ്ങളുടെ ആ കെട്ടിനെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൂതൻ നിന്റെ മുമ്പിൽ വരാൻ പോവാ. പിടികിട്ടുന്നെങ്കിൽ ആമേൻ പറ. നിന്റെ തലമുറ പഠിച്ച് കയറി വരുന്നപ്പോ ഏതോ ഒരു അസൂയ കയറി. നിന്റെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആർക്കോ ഒരു അസൂയ കയറി. നിന്റെ തലമുറ ശുശ്രൂഷ കയറിയപ്പോ ആർക്കോ ഒരു അസൂയ കയറി. അസൂയയുടെ ദുരാത്മാവിനെ പൊളിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ
പ്രാർത്ഥിച്ചടിക്കുക, അതിനെ പ്രാർത്ഥിച്ചടിക്കുക. ഇന്ന് രാവിലെ എനിക്കറിയത്തില്ല എവിടെയാണോ നിന്നെ പൂട്ടിയത്, എവിടെയാണോ നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ദൂതൻ ഇറങ്ങി ആ പൂട്ടിനെ പൊളിക്കാൻ പോവാ. എനിക്കൊരു ആത്മാവിൽ ഭയങ്കര ഉറപ്പുണ്ട്. ചിലരുടെ ഹിസ്റ്ററി വർഷങ്ങളുടെ പുറകിൽ കാണാം, പഠനകാലത്തിൽ കാണാം, വിവാഹ ബന്ധത്തിൽ കാണാം, ജോലിക്കകത്ത് കാണാം, നല്ല ഉന്നത സ്ഥലത്ത് നിന്നപ്പോ കാണാം. ആർക്കൊക്കെയോ നോട്ടം കൊണ്ട് അസൂയ, ചിരിച്ചോണ്ട് അസൂയ, ചിന്ത കൊണ്ട് അസൂയ, മനോഭാവത്തിൽ അസൂയ. എവിടുന്ന് കയറിയതാണെങ്കിലും നിന്നെ പൂട്ടിയ പൂട്ടല്ല, പൊളിക്കാനായി ഇന്ന് ഇവിടെ ഒരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ പറ, ആമേൻ പറ. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഇന്നിവിടെ പൊളിയട്ടെ, പൊളിയട്ടെ, പൊളിയട്ടെ. എവിടെയാണോ നിന്നെ പൂട്ടിയത് അതിനെയെല്ലാം പൊളിച്ച് നീ പുറത്തു വരും, പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരും. എത്ര പേര് ആമേൻ പറയും? നീ പുറത്തു വരും, പുറത്തു. എന്തിനാ പൂട്ടിയത്? പുറത്തു വരാതിരിക്കാനല്ലേ പൂട്ടിയത്? ഹലോ, ഇന്നലെ നീ അസാധാരണ ശുശ്രൂഷ ചെയ്തെങ്കിൽ ഇനി നീ ചെയ്യരുത്. നീ ദേശത്തെ പിടിച്ചെങ്കിൽ ഇനി നീ പിടിക്കരുത്. പിശാചേ, നീ പൂട്ടുന്നിടത്ത് പൂട്ടിക്കിടക്കാനുള്ളവനല്ല ഞാൻ. ഹലോ, നീ അടയ്ക്കുന്നിടത്ത് അടഞ്ഞു കിടക്കേണ്ടവനല്ല ഞാൻ. പിന്നെയോ എനിക്ക് മുമ്പാകെ ഇറങ്ങുന്ന ഒരു ദൂതൻ, കാരാഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കുന്ന ദൂതൻ. എനിക്കറിയത്തില്ല, ഒരു അഭിഷേകത്തെ ഞാൻ പറയാം. ചിലരുടെ കുടുംബത്തിനകത്ത് ഇന്ന് ആ ശാപം പൊട്ടുക, ആ അസൂയയുടെ ബന്ധന ഇന്ന് ആ ശാപം പൊട്ടിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിന്റെ മേൽ ഇറങ്ങി വരാൻ പോവുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സഭയുടെ മേൽ കിടക്കുന്ന ആമേ മൂവ്മെന്റിന് എതിരെ അസൂയ കൊണ്ട് ബന്ധിക്കുന്ന, എനിക്കറിയത്തില്ല, അവിടെ ഒരു ദൂത് അങ്ങനെ പറയാ. ഒരു വെളിപ്പാട് എനിക്ക് കിട്ടുന്നു. ഇൻഗ്രൈസ് ഫെലോഷിപ്പിനെതിരെ അസൂയ കൊണ്ട് ആരൊക്കെയോ പൂട്ടാൻ നിൽക്കുന്ന ചില പൂട്ടുകളെ പറഞ്ഞടപ്പിക്കാൻ നിൽക്കുന്ന, പറഞ്ഞൊതുക്കാൻ നിൽക്കുന്ന, പറഞ്ഞ് ബന്ധിക്കാൻ നിൽക്കുന്ന അസൂയയുടെ പൂട്ടുകളെ ഇന്ന് രാവിലെ സഭയായി ഒരുമിച്ച് ആ പൂട്ടുകളെ പൊളിക്കാൻ ഞങ്ങൾ റെഡിയാകുന്നു. ദൂതൻ ഇറങ്ങുകയാ. യേശുവേ, എത്ര പേര് അതിനെ ആമേൻ പറയും? ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ആ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പോകണം, ആ ദൂതന്മാരെ എനിക്കൊന്ന് കാണണം. ആമേൻ പറ. എനിക്കിന്ന് പകൽ ആമേൻ പല തലത്തിൽ ദൂതന്മാരെ ഇടപെടലുകൾ. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കേ, ആ ഏഞ്ചൽസ് എനിക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ, ആ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ. എന്നെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിരിക്കുന്ന വിഷയം എൻ്റെ കൈ കൊണ്ട് ഞാൻ ദൂതൻ്റെ കൈ കൊടുക്കാൻ പോവാ. ഞാൻ എന്നെ നിശ്ചലമായിട്ട് നിൽക്കും. എനിക്ക് വേണ്ടി ദൂതൻ മുമ്പാകെ നടക്കും. എനിക്ക് വേണ്ടി ദൂതൻ കാര്യങ്ങളെ ചെയ്യും. എത്ര പേർ പ്രാർത്ഥിക്കാൻ റെഡിയാ? കർത്താവേ, ഇന്ന് സൂര്യാസ്തമനത്തിന് മുന്നേ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിരെ. ഈ മാസം അവസാനിക്കപ്പെടുന്നതിന് മുന്നമേ ആ ദൂതന്മാരുമായിട്ടുള്ള ബന്ധം എൻ്റെ ലൈഫിനകത്തേക്കൊന്ന് തുറക്കാൻ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലി എഴുന്നേൽക്കാം. ഒരു നിമിഷം നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കണക്ട് ആകാം. യേശു ആത്മാവായി കണക്റ്റായി നിന്നെ ആ ദൈവ പ്രസൻസിനകത്തേക്ക് കണക്റ്റായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. യേശു പ്രാർത്ഥിക്കാൻ
ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ഇപ്പോൾ ഇവിടെ രാവിലെ പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽസിനെ കാണാൻ കൊതിയുള്ളവർ നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവുമായി മാത്രം കണക്റ്റായ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ മറക്ക്. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ മറക്ക്. നിങ്ങളുടെ മൈൻഡുകൾ കർത്താവുമായി കണക്റ്റ് ആകുക. ഇന്ന് ഇവിടെ തുറന്ന് ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതന്മാരെ നിങ്ങൾ കാണാൻ റെഡിയാകുക. ഒരുപക്ഷെ ആ ദൂതന്മാർ നിന്നെ സൗഖ്യമാക്കും. ആ ദൂതന്മാർ നിന്നെ വിടുവിക്കാൻ തുടങ്ങും. ദൂതന്മാരുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കയറാം. പകൽക്കാലം പ്രാർത്ഥിച്ചു. ഇറങ്ങി ചെല്ലുന്ന ദൈവത്തിന്റെ ദൂതൻ, നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, നിനക്ക് വേണ്ടി ചില ഉറവകളെ തുറക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. കാണണമെന്ന് കൊതിയോടെ ആ പുതിയൊരു അനുഭവത്തിലേക്കൊന്ന് കേറണമെന്ന് സ്പർശിക്കുന്നൊരു സമയമാ. നിന്റെ മിനിസ്ട്രിയെ സ്പർശിക്കുന്നൊരു സമയമാ. യേശുവിൻ നാമത്തിൽ നിന്റെ മേൽ ആ നിയോഗത്തിന്റെ എൻകൗണ്ടറുകൾ ചലിക്കപ്പെടുന്ന സമയമാ.
കരയോളം പോരാ, നീന്തിട്ടു കടപ്പാൻ കഴിയാതെ വന്നു, നീന്തിട്ടു കടപ്പാൻ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി മഹിമയേ മഹിമയേ മഹത്വമേ മഹിമയേ മഹത്വമേ മഹിമയേ മഹത്വമേ മഹിമയേ ശതപാടിയ മഹിമയേ മഹിമയേ മഹത്വമേ മഹിമയേ. ശാലിക്കട്ടെ ദൈവമഹത്വം മോചൻ മഹിമയേ. ഓ മഹിമയേ. കർത്താവായി സംസാരിച്ച് കർത്താവേ, അങ്ങയുടെ കരങ്ങൾ, ദൂതന്മാർ എന്റെ കരങ്ങളെ തൊടാൻ വിശ്വസിക്കുക. ഏഞ്ചൽസുകൾ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. നീ ഏത് മേഖലയാണോ സ്ട്രഗിൾ അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. സൗഖ്യമാക്കുന്ന ഏഞ്ചൽ, ചില രോഗികളെ സൗഖ്യമാക്കുന്ന ദൂതന്മാർ ഇതിനകത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് ചില അസ്ഥികളുമായി ബന്ധപ്പെടുന്ന ചില രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കാം. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ. കർത്താവേ, ആത്മതലത്തിൽ 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 തലം ഭയങ്കരമായിട്ട് ഇവിടെ തുറക്കട്ടെ. ഈ ജനത്തിന്റെ അകത്തളങ്ങളിൽ ഭയങ്കര ചലനങ്ങൾ നടക്കട്ടെ. ഏഞ്ചലിക്കത്തിന്റെ അന്തരീക്ഷങ്ങൾ ഇവിടെ തുറന്നു വരട്ടെ. ഈ മാസം ഭയങ്കര ഡെലിവറൻസുകൾ നടക്കട്ടെ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. We worship you, Jesus.